അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരും കേൾക്കാൻ വേണ്ടിയായി പറയാനുള്ളത്, നാളെ ബറാഅത്തിന്റെ രാവാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട്, ആയിഷ, ഇന്നത്തെ രാത്രി വലിയ ബറക്കത്തുള്ള രാവാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാവാണ്. ഈ രാവിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പല വിഷയങ്ങൾക്കും തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഉറങ്ങാനുള്ള രാവല്ല ആയിഷ, ഇന്ന് അതേ ഹയാത്താക്കേണ്ട രാവാണ്. ഇന്ന് അല്ലാഹുവിലേക്ക് കൈകൾ നീട്ടേണ്ട രാവാണ്, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ട രാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹദിയായ ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയോട് ബറാഅത്തിന്റെ രാവിന്റെ മഹത്വം പറയുകയാണ്. കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമങ്ങൾക്ക് സമാനമായ ദോഷങ്ങൾ അല്ലാഹു തന്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കുന്ന രാവാണ് മോളെ ആയിഷ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ മുഅ്മിനീങ്ങളെ, നാളത്തെ രാവി നഷ്ടപ്പെടുത്തരുത്. മക്കയിലും മദീനയിലും യുഎഇയിലും ഖത്തറിലും ഒമാനിലും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ലണ്ടനിലും അതുപോലെ തന്നെ പല നാടുകളിലും ഇന്നാണ് ബറാഅത്തിന്റെ രാവ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നാളത്തെ രാവാണ്. ആ രാവിലെ ഇബാദത്ത് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് ഇന്നത്തെ രാവും പരിഗണിക്കേണ്ട രാവാണ്. അതേ വിദേശത്തുള്ളവരൊക്കെയും ഇബാദത്തിൽ മുഴുകുന്ന, അല്ലാഹുവിലേക്ക് യാസീൻ ഓതുന്ന, ഖുർആൻ ഓതി ദുആ ചെയ്യുന്ന പുണ്യമേറിയ രാവാണ് ഇന്നത്തെ രാവ്. അല്ലാഹു അവരുടെ ബറാഅത്തിന്റെ രാവിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഖത്തറിലും യുഎഇയിലും ഒമാനിലും ബഹ്റൈനിലും അതുപോലെ സൗദിയിലും അങ്ങനെ തുടങ്ങി എല്ലാ ജിസിസിയുടെ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലും ജീവിക്കുന്ന എല്ലാ ജനങ്ങളെയും, പ്രത്യേകിച്ച് എല്ലാ മുത്തുമൂമിനീങ്ങളെയും മുത്തുമൂമിനാത്തുകളെയും ഞങ്ങളെ മദനിയം കുടുംബങ്ങളെയും നീ കാക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ഒരു ബലായിലും ഒരു മുസീബത്തിലും നീ പെടുത്തല്ലേ അല്ലാ. നിന്റെ മഹാന്മാരുടെ വലിയ കാവല് നീ നൽകണേ അല്ലാ. അല്ലാഹു എല്ലാവർക്കും അല്ലാഹു വലിയ കാവല് നൽകട്ടെ. ഒരാള് പോലും നാളത്തെ രാത്രിയിൽ 3 യാസീൻ ഓതാതെ, സൂറത്തു ദുഖാൻ ഓതാതെ 100 തവണ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. ഓരോ യാസീനിനും പ്രത്യേകം ദുആകളുണ്ട്. ഇൻഷാ അല്ലാഹ് നാളത്തെ മദനിയ മജ്ലിസ് പതിവ് പോലെ 7 മണി അല്ലെങ്കിൽ 7:15, 7:20 എന്ന രൂപത്തിലല്ല നമ്മൾ ആരംഭിക്കുക. മറിച്ച് മഗ്രിബ് നിസ്കരിച്ച ഉടനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനുള്ള സമയം അത് കഴിഞ്ഞ ഉടനെ മദനിയ പരിപാടി ആരംഭിക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് 3 യാസീൻ ഓതാനുണ്ട്. ആ യാസീൻ ഓതുന്നതിന്റെ ഇടയിൽ ഭൗതികമായ സംസാരങ്ങൾ പാടില്ല. ആ യാസീൻ കഴിഞ്ഞാൽ ചെയ്യേണ്ട ദുആയുണ്ട്. ആ ദുആകളൊക്കെ നടത്തിക്കൊണ്ട് 3 യാസീൻ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഓതണം. സൂറത്തു ദുഖാൻ പാരായണം ചെയ്യണം. അതിനൊക്കെയും സമയം ധാരാളം ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരോടും നിങ്ങൾ പറയണം, മദനിയം കൃത്യമായി മഗ്രിബ് നിസ്കരിച്ച ഉടനെ തന്നെ ആരംഭിക്കും. എല്ലാവരും നേരത്തെ തന്നെ റെഡിയായി. നാളെ വീടുകളിലൊക്കെയും മധുരങ്ങൾ വെക്കുന്നവരുണ്ടാകും, അതുപോലെ തന്നെ നോമ്പ് നോൽക്കുന്നവരുണ്ടാകും, മറ്റന്നാള് കഞ്ഞി വെക്കുന്നവരുണ്ടാകും, മധുരങ്ങൾ കൊടുക്കുന്നവരുണ്ടാകും. ബറാഅത്തിന്റെ രാവിൽ കുടുംബത്തിന് പ്രത്യേകം വിശാലത ചെയ്യണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം. നാളത്തെ രാത്രി നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം. മറ്റന്നാളത്തെ നോമ്പ് തുറക്ക് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ നല്ല വിഭവസമൃദ്ധ
സമൃദ്ധമായ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് കുടുംബത്തിന് നല്ല ബറക്കത്ത് ചെയ്യണം, നല്ല വിശാലത ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ വർഷം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിശാലത ചെയ്യുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാളത്തെ രാവും ദിവസവും ഒരു പ്രത്യേകമായ ഒരു ദിവസമാണ്, നമ്മൾ തള്ളിക്കളയേണ്ട ദിവസമല്ല. എല്ലാവരും പരിഗണിക്കണം. നാളത്തെ രാവിനെ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ ദിക്ർ ചൊല്ലാനും ഖുർആൻ ഓതാനും അല്ലാഹുവിലേക്ക് അടുക്കാനും പരിശുദ്ധമായ ശഅബാനിന്റെ 13, 14, 15 ഈ ദിവസങ്ങളിലെല്ലാം നോമ്പ് നോൽക്കൽ സുന്നത്താണ്. ഇന്ന് വ്യാഴാഴ്ച 13, നാളെ വെള്ളിയാഴ്ച 14, മറ്റന്നാൾ ശനിയാഴ്ച 15, അങ്ങനെ 3 ദിവസങ്ങളും നോമ്പ് നോൽക്കൽ സുന്നത്താണ്. അങ്ങനെ അതെല്ലാം ഉപയോഗപ്പെടുത്താൻ കഴിയും. ആരോ എന്നോട് സംശയം ചോദിച്ചു, ഉസ്താദേ വെള്ളിയാഴ്ച നോമ്പ് നോക്കാൻ പാടില്ലല്ലോ, അപ്പൊ വെള്ളിയാഴ്ച നാളെ നോമ്പ് നോക്കാൻ പറ്റുമോ എന്നൊക്കെ. യഥാർത്ഥത്തില് അങ്ങനെ വെള്ളിയാഴ്ച മാത്രമായൊരു നോമ്പ് നോൽക്കലാണ് അള്ളാഹുവിന്റെ ദീൻ വിരോധിച്ചത്. വെള്ളിയാഴ്ച മാത്രം ഒരു നോമ്പ് അങ്ങനെ പാടില്ല. അതേ സമയത്ത് ഒരാള് വെള്ളിയാഴ്ച, അതുപോലെ തന്നെ വ്യാഴം, വെള്ളി, ശനി ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് നോമ്പ് നോൽക്കാൻ കുഴപ്പമില്ല. അതല്ലാതെ വെള്ളിയാഴ്ച മാത്രം ഒരു നോമ്പ് നോക്കലാണ് അള്ളാഹുവിന്റെ ദീൻ ഹറാമാക്കിയത്. അതേ സമയത്ത് പ്രിയമുള്ളവരെ, പരിശുദ്ധമായ അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങൾ, അതുപോലെ തന്നെ കറുത്ത വാവിന്റെ ദിവസങ്ങൾ, ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ സുന്നത്താണല്ലോ. അത് വെള്ളിയാഴ്ച വന്നതുകൊണ്ട് അവിടെ നോമ്പ് നോൽക്കുക എന്നത് ആ പുണ്യമായ ആ ഒരു രൂപത്തിലാണ് അത് വരിക. അഥവാ 13ന്റെ സുന്നത്ത്, 14ന്റെ സുന്നത്ത്, 15ന്റെ സുന്നത്ത് ഇങ്ങനെയാണ് വരിക. അതുപോലെ തന്നെ അങ്ങനെ ബറാഅത്തിന്റെ നോമ്പ് വിദേശ രാജ്യത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം നാളെ ബറാഅത്തിന്റെ നോമ്പാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ബറാഅത്തിന്റെ നോമ്പ് വെള്ളിയാഴ്ചയായത് എന്ന കാരണത്താൽ അവർ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അത് അന്നൊരു പുണ്യമായ 15ന്റെ ദിവസത്തിന്റെ നോമ്പ്, ബറാഅത്തിന്റെ ദിവസത്തിന്റെ നോമ്പ് ആ പുണ്യമായ നോമ്പ് ആണെന്ന് കരുതി അന്നവർക്ക് നോമ്പ് നോൽക്കാം. അല്ലാതെ അങ്ങനെയൊന്നുമില്ലാതെ ഒരു പ്രത്യേകമായി വെള്ളിയാഴ്ച മാത്രം ഒരു നോമ്പ് നോൽക്കുക, അത് അല്ലാഹുവിന്റെ ദീന് വിരോധിച്ചിട്ടുണ്ട് എന്നത് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്ന് സാന്ദർഭികമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചെയ്യാനും നല്ലത് ജീവിതത്തിൽ കൊണ്ടുവരാനും നാളത്തെ രാവ് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരോട് പറയണം, അയൽവാസികളോട് പറയണം, കുടുംബക്കാരോട് പറയണം. എല്ലാവരും 3 യാസീൻ ഓതുന്നവരാണ്. പക്ഷെ അത് മദനിയത്തിൽ പങ്കെടുത്ത് ഓതുമ്പോൾ കൃത്യമായി 3 യാസീൻ നമുക്ക് കൃത്യമായി വളരെ മനോഹരമായി നമുക്ക് ഓതാൻ കഴിയും. അതിന്റെ ഇടയിലുള്ള ദുആകൾ ഞാൻ ചൊല്ലിത്തരും, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റു ചൊല്ലാൻ കഴിയും. അങ്ങനെ 3 യാസീനും കൃത്യമായി നമുക്ക് ഓതി, അങ്ങനെ ഏതൊന്നിന്റെ നീയത്താണോ നമ്മൾ ഓരോ യാസീനിനും വെക്കേണ്ടത്, ആ നീയത്തുകളെല്ലാം പ്രത്യേകമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ 3 യാസീൻ എന്തിനു വേണ്ടി ഓതണം, അതിന്റെ ഇടയിലുള്ള ദുആ എന്താണ് എന്നൊക്കെ മദീനയിലെ വിശ്രുതനായ പണ്ഡിതൻ മഹാനായ സയ്യിദ് തൈസീർ തങ്ങളുപ്പാപ്പ അതിന്റെ PDF ഇന്നലെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ചെയ്യണമെന്ന് തങ്ങളുപ്പാപ്പ പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് നാളെ നമുക്കതെല്ലാം ചെയ്യണം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇന്ന് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നമ്മൾ ഹദ്ദാദ് റാത്തീബിലേക്ക് കിടക്കുകയാണ്.